നമസ്കാരം. നളചരിതം ആട്ടക്കഥ. മലയാളത്തിലെ ശാകുന്തളം എന്നാണ് നളചരിതം അറിയപ്പെടുന്നത്. അത്രയ്ക്കുണ്ട് അതിൻ്റെ പ്രസക്തി. ഉണ്ണായി വാര്യരാണ് നളചരിതത്തിൻ്റെ കർത്താവ്. കേരളത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായ കഥകളിയുടെ സാഹിത്യമെന്ന നിലയിലാണ് നളചരിതം ആട്ടക്കഥ രചിക്കപ്പെട്ടത്. ആട്ടക്കഥകളിലെ ഏറ്റവും മികച്ച കൃതിയും നളചരിതം തന്നെ. 4 ദിവസത്തെ കഥകളിക്ക് വേണ്ടിയാണ് ഉണ്ണായി വാര്യർ തൻ്റെ ആട്ടക്കഥ രചിച്ചത്. നമ്മുടെ കഥകളിയെ വിശ്വവിഖ്യാതമാക്കുന്നതിൽ ഉണ്ണായി വാര്യരും അദ്ദേഹത്തിൻ്റെ കൃതിയും വഹിച്ച പങ്ക് വളരെ വലുതാണ്. നളചരിതത്തിനു പുറമെ ഗിരിജാകല്യാണം, കിളിപ്പാട്ട്, രാമപഞ്ചശതി എന്നീ കൃതികളും രചിച്ച വാര്യർ AD 1740 ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു എന്നും 61 വയസ്സിൽ അന്തരിച്ചു എന്നും കരുതിപ്പോരുന്നു. നിഷധ രാജ്യത്തിലെ രാജാവാണ് നളൻ. അഴകും ആഭിജാത്യവും വേണ്ടുവോളമുള്ള യുവരാജാവ്. ഒരു ദിവസം ഉദ്യാനത്തിൽ വെച്ച് അദ്ദേഹം ഒരു അരയന്നത്തെ പിടികൂടി. പേടിച്ചു വിറച്ച ആ പക്ഷി പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങി. "എന്നെ കൊല്ലരുത്, വിട്ടയക്കണം, ഞാൻ അങ്ങയ്ക്ക് പ്രത്യുപകാരം ചെയ്യാം." അത് കേട്ട് അത്ഭുതത്തോടെ നളൻ പക്ഷിയെ വിട്ടയച്ചു. അത് തൻ്റെ മനോഹരമായ ചിറകുകൾ വിരിച്ച് നന്ദിപൂർവ്വം ആകാശത്തേക്ക് പറന്നുപോയി. വിദർഭയിലേക്കാണ് അരയന്നം പോയത്. അവിടെ ഭീമരാജാവിൻ്റെ ഉദ്യാനത്തിൽ രാജകുമാരി ദമയന്തിയും തോഴിമാരും പക്ഷിയെ കണ്ട് കൊതിച്ചുപോയി. നിഷധ രാജ്യത്തെ വിശേഷങ്ങളും നളരാജാവിൻ്റെ ശൗര്യസൗന്ദര്യ ഗുണങ്ങളും വർണ്ണിച്ച് ഹംസം ദമയന്തിയെ പാട്ടിലാക്കി. നളനെയും ദമയന്തിയെയും പരസ്പരം അടുപ്പിക്കുന്നതിൽ പക്ഷി വിജയിച്ചു. തന്നെ രക്ഷിച്ച നളന് പ്രത്യുപകാരമായി നൽകുവാൻ ദമയന്തിയേക്കാൾ പറ്റിയതൊന്നുമില്ലെന്ന് അരയന്നത്തിന് അറിയാമായിരുന്നു. ദമയന്തിയുടെ സ്വയംവരം വിളംബരം ചെയ്യപ്പെട്ടു. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് രാജാക്കന്മാരെത്തിയത്. പരമയോഗ്യന്മാർ മുതൽ പടുകിഴവന്മാർ വരെ ദമയന്തിയെ വേൾക്കാൻ ആഗ്രഹിച്ചെത്തി. ദേവലോകവാസികളും പുറപ്പെട്ടു. ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ എന്നീ ദേവന്മാർ സ്വയംവരത്തിന് പോകുമ്പോൾ വഴിയിൽ വെച്ച് നളനെ കണ്ടു. നളനും ദമയന്തിയും പ്രണയത്തിലാണെന്ന് അവർ അറിഞ്ഞിരുന്നു. അതിനാൽ അവരുടെ സ്നേഹത്തെ പരീക്ഷിക്കുവാൻ ദേവന്മാർ തീരുമാനിച്ചു. വരണമാല്യവുമായി ദമയന്തി സദസ്സിലേക്ക് വന്നു. എത്രയെത്ര രാജാക്കന്മാർ! പക്ഷേ ദമയന്തിക്ക് നളനെയാണ് കാണേണ്ടത്. എവിടെ നളൻ? നോക്കി നോക്കി വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ദമയന്തി അന്തം വിട്ടുപോയി. 5 നളന്മാർ നിരന്നു നിൽക്കുന്നു. ആരോ തന്നെ പരീക്ഷിക്കുകയാണെന്ന് ദമയന്തിക്ക് മനസ്സിലായി. അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. യഥാർത്ഥ നളൻ ആരെന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ അറിഞ്ഞ ദമയന്തി വരണമാല്യം അദ്ദേഹത്തെ അണിയിച്ചു. സന്തോഷപൂർവ്വം അവരെ അനുഗ്രഹിച്ച് ദേവന്മാർ മടങ്ങിപ്പോയി. കലി, ദ്വാപരൻ എന്ന 2 പേർ വൈകിയാണ് വിവാഹവിവരം അറിഞ്ഞത്. ദമയന്തിയെ സ്വന്തമാക്കണം എന്ന ആർത്തിയോടെ അവർ പാഞ്ഞു പോകുമ്പോൾ വിവാഹശേഷം മടങ്ങുന്ന ദേവന്മാരെ കണ്ടു. ഒരു വെറും മനുഷ്യൻ രാജകുമാരിയെ വേട്ടു എന്നറിഞ്ഞ് അവർ കോപം കൊണ്ട് അലറി. നളനെയും ദമയന്തിയെയും തമ്മിൽ അകറ്റും എന്ന പ്രതിജ്ഞയെടുത്ത അവർ നിഷധ രാജ്യത്തേക്ക് യാത്രയായി. അരൂപികളായാണ് അവർ പോയത്. അവരുടെ മായയാൽ നളൻ ചൂതുകളിയിൽ ഭ്രമിച്ചു. സ്വന്തം അനുജൻ പുഷ്കരനുമായി അദ്ദേഹം വലിയ വാതുവെച്ച് ചൂതുകളിച്ചു. അദൃശ്യരായി നിന്ന് എല്ലാം നിയന്ത്രിച്ച കലിദ്വാപരന്മാർ രാജ്യവും സ്വത്തും നഷ്ടപ്പെട്ട് നളൻ കാടുകയറും വരെ കളിച്ചു. ഭാര്യയുമായി നളൻ കാട്ടിലെത്തി. സ്വന്തം ചൂതുകളി ഭ്രാന്തിൽ പശ്ചാത്തപിച്ച അദ്ദേഹം ഭാര്യയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ദമയന്തിയെ കാട്ടിൽ ഉപേക്ഷിച്ചു. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് അലഞ്ഞു തിരിഞ്ഞ് ദമയന്തി ഒടുവിൽ ഒരു ഭ്രാന്തിയെപ്പോലെ ചേതി രാജ്യത്തെത്തി. അവിടുത്തെ രാജ്ഞിയുടെ കൃപ കൊണ്ട് അവൾക്ക് അവിടെ ഒരു അന്തപുരദാസിയായി ജീവിക്കാൻ സാധിച്ചു. കാട്ടിലൂടെ അലഞ്ഞു നടന്ന നളനെ കർക്കോടകൻ എന്ന ഉഗ്രസർപ്പം കൊത്തി. വിഷശക്തി കൊണ്ട് നളനാകെ കറുത്തുപോയി. അത് ഗുണമായി. അതിനാൽ ആളറിയാതെ അയോധ്യയിലെത്തി. ഋതുപർണ രാജാവിൻ്റെ കുതിരക്കാരനാകാൻ നളനു കഴിഞ്ഞു. അവിടെ ദമയന്തിയെ ഓർത്ത് നളൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഭീമരാജാവ് മകളെ തിരയാൻ നാടാകെ ആളയച്ചു. സുദേവൻ എന്ന ബ്രാഹ്മണൻ ദമയന്തിയെ കണ്ടെത്തി. അങ്ങനെ ദമയന്തി വീണ്ടും വിദർഭയിലെത്തി. നളൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ദമയന്തിക്ക് വീണ്ടും വിവാഹമെന്നൊരു കഥ ഭീമരാജൻ നാടാകെ പ്രചരിപ്പിച്ചു. അത് കേട്ട് നളൻ തെളിക്കുന്ന തേരിൽ ഋതുപർണൻ വിദർഭയിലെത്തി. തന്ത്രം ഫലിച്ചു. തേരാളിയുടെ വേഷത്തിലായിട്ടും നളനെ ദമയന്തി തിരിച്ചറിഞ്ഞു. നളന് പഴയ രൂപം തിരിച്ചു കിട്ടി. നള ദമയന്തിമാർ വീണ്ടും ഒന്നിച്ചു. കഥ അവസാനിക്കുന്നു. നന്ദി.